ഔഷധമേന്മയുള്ള വേരിനു വേണ്ടി വളർത്തുന്ന മരുന്നു ചെടിയാണ് രാമച്ചം. ശരീരത്തെ സുഗന്ധപൂരിതമാക്കുക, രക്തശുദ്ധീകരണം വരുത്തുക, ശരീരത്തിലെ വിഷാംശം നിരാകരിക്കുക എന്നിവയാണ് രാമച്ചത്തിന്റെ മുഖ്യ മേന്മകളായി പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങൾ തന്നെ വിശദീകരിക്കുന്നത്. രാമച്ചത്തിന്റെ വൃത്തിയാക്കിയ വേര് മൺകുടത്തിലെടുത്ത വെള്ളത്തിൽ ഇട്ടുവെച്ച് ആ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ ചൂടും വിയർപ്പും ഗന്ധവും അകറ്റാൻ ഉപകരിക്കും. രാമച്ചമിട്ട വെള്ളം അമൃതിന്റെ ഗുണം നൽകുമെന്നാണ് പറയുന്നത്. ശരീരത്തിൽ ഈർപ്പം അഥവാ ജലാംശം നിലനിർത്താനുള്ള നല്ലൊരു ഉപാധിയാണ് രാമച്ചം. മികച്ച ദാഹശമനിയായ ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നു. അമിതമായ വേനൽ ചൂട് നിമിത്തം ഉണ്ടാകുന്ന പലവിധ രോഗങ്ങളും അകറ്റാൻ ഇത് സഹായിക്കും. രാമച്ചമിട്ട വെള്ളം കുടിക്കുന്നത് ക്ഷീണം മാറ്റും, ഉന്മേഷം നൽകും. ശരീരത്തിലെ ടോക്സിനുകൾ അഥവാ വിഷാംശം നീക്കി ആരോഗ്യം നൽകാനും രാമച്ചത്തിന് കഴിവുണ്ട്. വിഷാംശം അടിഞ്ഞുകൂടി കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമാണിത്. രക്തശുദ്ധി വരുത്താനും രാമച്ചത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ രക്തസംബന്ധമായ രോഗങ്ങൾക്ക് രാമച്ചം പരിഹാരവുമാണ്. നല്ലൊരു ആന്റിസെപ്റ്റിക് അഥവാ രോഗാണുനാശിനി കൂടെയാണ് രാമച്ചം. വിയർപ്പ് കുരു പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അമിത വിയർപ്പ് തടയാനുമൊക്കെ രാമച്ചമിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ മതി. രാമച്ചം തന്നെ അരച്ച് ദേഹത്ത് പുരട്ടുന്നത് ചൂടുകുരു ശമിക്കാനും ഉപകരിക്കും. രാമച്ച വിശറി പനിനീരിൽ മുക്കി ആരോമൽ വീശും തണുപ്പാണോ എന്ന ജനപ്രിയ പരസ്യഗാനം പലരും മറന്നിരിക്കാനിടയില്ല. രാമച്ച വിശറി കൊണ്ട് വീശിയാൽ ചൂട് കാലത്ത് ശരീരത്തിന് കുളിർമ ഏറെ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. രാമച്ച തൈലം മുറിവുകൾ ഉണക്കാൻ സഹായിക്കും. ശരീരം ചുട്ടുനീറുന്നതിനും ഇത് അരച്ചിട്ടാൽ മതി. ആയുർവേദ ചികിത്സയിൽ ഉഷ്ണരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി രാമച്ചം ഉപയോഗിക്കുന്നു. ചർമ്മ രോഗങ്ങൾ മാറാൻ രാമച്ച വേര് സമം മഞ്ഞളും ചേർത്ത് പുരട്ടിയാൽ മതി. ശരീരത്തിന്റെ അധികമായ വിയർപ്പ്, ദുർഗന്ധം എന്നിവ അകറ്റാൻ രാമച്ചം അരച്ചു പുരട്ടാം. രാമച്ചം, പർപ്പടകപ്പുല്ല്, മുത്തങ്ങ, ചുക്ക് എന്നിവ സമം ചേർത്ത് കഷായം വെച്ച് കുടിച്ചാൽ പനി മാറിക്കിട്ടും. രാമച്ചമിട്ട വെള്ളത്തിൽ ആവി പിടിക്കുന്നത് ഗുണകരമാണ്. മൂത്രത്തിലെ അണുബാധ മാറാനും മൂത്രച്ചൂട് പോലെയുള്ള പ്രശ്നങ്ങൾക്കും പ്രതിവിധി കൂടെയാണിത്. രക്താതിമർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും ക്ഷീണമകറ്റാനും ഉത്തമം. നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് സഹായകം. ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് രാമച്ചമിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. രാമച്ചം കിടക്ക, വിരികൾ, ചെരുപ്പ്, വിശറി തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. രാമച്ച തൈലം ആകാംക്ഷ, ഉറക്കക്കുറവ് തുടങ്ങിയ വൈഷമ്യങ്ങൾക്കും പ്രതിവിധിയാണ്. മാനസിക ആഘാതങ്ങൾക്കും അസ്വസ്ഥതകൾക്കും രാമച്ചം ഉപയോഗിക്കുന്ന പതിവ് പരമ്പരാഗത വൈദ്യ ചികിത്സയിലുണ്ട്. രാമച്ച തൈലം സുഗന്ധ ചികിത്സ എന്ന അരോമ തെറാപ്പിയിലെയും ഒരു അവിഭാജ്യ ചേരുവയാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് പിന്തുണയാണ് രാമച്ച തൈലത്തിന്റെ ഉപയോഗം. ഒരു ദീർഘകാല വിളയാണ് രാമച്ചം. ഏകദേശം 2 മീറ്റർ വരെ ഉയരത്തിൽ വളരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേരാണ് ഇതിന്റെ വാണിജ്യ പ്രാധാന്യമുള്ള ഭാഗം. ഇതിന് ഏകദേശം 1 അടി നീളമുണ്ട്. മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണിൽ രാമച്ചം സമൃദ്ധമായി വളരും. നല്ല മഴയും സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലങ്ങൾ കൃഷിക്കുത്തമം. രാമച്ചം തന്നെ 2 ഇനമുണ്ട്, തെക്കേ ഇന്ത്യനും വടക്കേ ഇന്ത്യനും. തെക്കേ ഇന്ത്യനാണ് തൈലം കൂടുതൽ. എന്നാൽ കൂടുതൽ മേന്മയുള്ള തൈലം തരുന്നത് വടക്കേ ഇന്ത്യൻ ഇനമാണ്. ചിനപ്പുകൾ അഥവാ കടകൾ നട്ടാണ് ഇതിന്റെ കൃഷി. നനച്ചു വളർത്തണം. ഓടക്കാലി സുഗന്ധ തൈല ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച ODV3 എന്ന ഇനം രാമച്ചം ശ്രദ്ധേയമാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് വാണിജ്യ കൃഷിക്ക് നല്ലത്. നന്നായി മണ്ണിളക്കി നിരപ്പാക്കി 1 മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും തയ്യാറാക്കുന്ന വരമ്പുകളിൽ കുഴി കുത്തി ഈ 2 ചിനപ്പ് വീതം നടാം. ചെടികൾ തമ്മിൽ 1.5 അടിയും വരികൾ തമ്മിൽ 2.5 അടിയും അകലം വരും വിധമാണ് നടേണ്ടത്. 1 സെന്റിൽ ഇത്തരത്തിൽ 400 ചിനപ്പുകൾ വേണം നടാൻ. അടിവളമായി കമ്പോസ്റ്റോ കാലിവളമോ ചേർക്കാം. 3 മാസത്തിന് ശേഷം, 6 മാസത്തിന് ശേഷം എന്നിങ്ങനെ വളം ചേർക്കൽ തുടരണം. സെന്റിന് 500 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും 150 ഗ്രാം പൊട്ടാഷ്യം വിതറി മണ്ണ് മൂടണം. 3 മാസം കഴിഞ്ഞ് തറ നിരപ്പിൽ നിന്ന് 1 അടി
അകലത്തിൽ തലപ്പ് മുറിച്ചുവിട്ടാൽ കൂടുതൽ ചിനപ്പ് പൊട്ടുന്നത് കാണാം. നട്ട് 1.5 വർഷമായാൽ വിളവെടുക്കാം. ഈ സമയം ഇലകൾക്ക് ഇളം മഞ്ഞ നിറമാകും. വേരോടുകൂടി ചുവട് കിളച്ചെടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യാം.